ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്ന ഒരവസ്ഥ. അതൊക്കെ നന്നായിട്ട് ഈ 4-5 വർഷത്തിനുള്ളിൽ അനുഭവിച്ചു. നമ്മുടെ കണ്ണുകൾ അവരുടെ കണ്ണിൽ ഉടക്കിയാൽ പെട്ടെന്ന് താഴേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ല എന്നടിക്കുക. ഇല്ലില്ല, ഞാൻ ഇപ്പം മറ്റുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. സ്നേഹിച്ച ആളുകൾ, പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു. കാലം തെളിയിക്കുമെല്ലാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അടുക്കളയിൽ നിന്നും പൊതുരംഗത്തേക്ക് വന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയ എത്രയോ പേരുണ്ട്. ഞാനങ്ങനെ തിരിച്ചു കയറിയിരിക്കാനല്ല വന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ അതല്ലല്ലോ. നമ്മുടെ മനസ്സ് ഫ്രീ ആണെങ്കിലും ഉള്ളൂ നമുക്ക് സന്തോഷത്തോടുകൂടി കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അസ്വസ്ഥത നിറഞ്ഞ ഒരാളാണെങ്കിലോ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജി അറിയാതെ ഭക്ഷണത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലമുണ്ടനം ചെയ്ത ലതിക സുഭാഷ്, അതെന്തിനായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? മറ്റുള്ളവർക്ക് കൂടെ വരുമാനം ഉണ്ടാക്കുന്നവർ ജോലി കൊടുക്കാനൊക്കെ എൻ്റെ ഈ സംരംഭം എന്നെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം ശ്രീമതി ലതിക സുഭാഷ് ആണുള്ളത്. വെൽക്കം മാഡം. ജീവിതത്തിലെ ഒരുപാട് എന്താ പറയാ, രാഷ്ട്രീയ ജീവിതത്തിലെ കയ്പും മധുരവും ഒക്കെ നുണഞ്ഞിട്ട് ഇപ്പൊ ലതികാസ് കിച്ചൺ പേരിലുള്ള ഒരു ബ്രാൻഡ്, ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, ഒരു സംരംഭയായി മാറിയിരിക്കുകയാണ്. ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ മാത്രം കണ്ടിരുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം? രാഷ്ട്രീയത്തിൽ മാത്രമായിരുന്നില്ല ഞാൻ പൊതുപ്രവർത്തനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഒരു അധ്യാപികയായിരുന്നു. പിന്നെ മാധ്യമ പ്രവർത്തകയായി. ജില്ലാ കൗൺസിലിൽ 91 മത്സരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല പാലൽ കോളേജിൽ എൻ്റെ PG കഴിഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ ജേർണലിസം കഴിഞ്ഞ് പത്രപ്രവർത്തകയായി 10-13 വർഷം ജോലി ചെയ്തു. 2000 കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയപ്പോഴാണ് ലീവ് എടുത്ത് ആ ഉത്തരവാദിത്വം കഴിഞ്ഞും വീണ്ടും ജോയിൻ ചെയ്തെങ്കിലും ഒരു രണ്ടും കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടെന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. പക്ഷെ അപ്പോഴൊക്കെ പല പല പരിപാടികൾ, അന്നു മുതലേ LIC ഏജൻറ്റും കൂടെയാണ് ജോലി ചെയ്യുമ്പോഴും ഒക്കെ. അതെ, കാരണം നമുക്ക് വരുമാനം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ രണ്ടും കൂടെ കൊണ്ടുപോകുന്ന ഒരു നേച്ചറായിരുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരികയും വരവിൽ കവിഞ്ഞ ചിലവ് വരികയും ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ഒരു പാഷനാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അമ്മ നല്ല ഉപ്പേരി, നല്ല അച്ചാറ്, അതുപോലെ ചക്ക വരട്ടിയത്, ഇതെല്ലാം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പം ഞാനും എനിക്കൊരു ചേച്ചിയുള്ള ഞങ്ങളും അത്യാവശ്യം കുക്ക് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ 100 കുപ്പേരി, അതായത് 4 കട്ട് ഏത്തക്ക 4ആയിട്ട് കീറി അരിഞ്ഞ്, നല്ല ടേസ്റ്റാണത്, വാങ്ങാൻ നേരത്ത് നാടൻ കറിവേപ്പിലയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ മറ്റ് പല സുഹൃത്തുക്കളുമൊക്കെ വാങ്ങി. അപ്പോൾ എന്നോട് മറ്റു ചിലർ പറഞ്ഞു ഇത് എന്ത് ചെയ്ത് കൊണ്ട് കൊടുത്തുവിടാൻ, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ പതിയെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പെർമിഷൻ എടുത്ത് അന്ന് മുതൽ കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ചാണ് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഇപ്പോൾ KFDCയുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ചെയർപേഴ്സണാണ്. മറ്റു കാര്യങ്ങൾ, പൊതുപ്രവർത്തനം, രാഷ്ട്രീയം എല്ലാം ഉണ്ട്. അതിൻ്റെ ബാക്കിയുള്ള സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടിയിട്ട്. ഇത്രയും കാലം 10-30 വർഷത്തിലേറെയായിട്ട് പൊതുരംഗത്ത് ഇപ്പം എപ്പോഴും എവിടെയെങ്കിലുമൊക്കെയാണ്. പക്ഷേ ഇപ്പം പരമാവധി അത്തരം അനാവശ്യമായ കാര്യങ്ങൾ, ചുമ്മാ കല്യാണം, മറ്റ് പല പരിപാടികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ കുറച്ച് സമയം വിനിയോഗിച്ചിട്ട് ബാക്കിയുള്ള സമയം ഇങ്ങനെയുള്ള ഒരു ജോലി ചെയ്യുക. ഉറക്കത്തിന് ഇത്തിരി കുറവ് സമയമല്ലേ കിട്ടുന്നുള്ളത് മാത്രം. എന്നാലും അത് വലിയൊരു സന്തോഷമാണ് എനിക്കിപ്പോൾ. മാഡം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രാഷ്ട്രീയത്തിൽ നിന്നും ഞാൻ ഒരിക്കലും ഒരു വരുമാനം ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിമ്പിളായിട്ട് മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്ന്. അപ്പം അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമെന്ന് പറയാം അല്ലേ? അല്ല, രാഷ്ട്രീയം ഒരിക്കലും നമ്മുടെ ഉപജീവന മാർഗം അല്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തകർ ആരാണെങ്കിലും
ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടേതായ വലിയ ചിലവുകളുണ്ട്. രാഷ്ട്രീയക്കാരെ മാറി നിന്ന് കളിയാക്കാനും രാഷ്ട്രീയക്കാരുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കാനും മാധ്യമപ്രവർത്തകർ, ഞാനും അതിൻ്റെ ഭാഗമാണ്, ഇപ്പോൾ നമ്മൾ അടക്കം എല്ലാവരും ഉണ്ട്. പക്ഷെ അവരുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ആരും ബോധേഡല്ലെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക, അവർക്ക് എന്തുമാത്രം ചിലവുണ്ട്. എല്ലാവരുടെയും വിഷമത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കെടുക്കുന്നവർ, MLA ഒക്കെ MP ഒക്കെ അത്തരത്തിലുള്ള പ്രോട്ടോക്കോളുള്ളവരാണോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം? അല്ലല്ലോ. വെറും അവർ പൊതുപ്രവർത്തകരെന്നതിൽ എല്ലായിടത്തും ഓടിച്ചെല്ലുന്നു. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ആണുങ്ങൾക്ക് 1 രൂപ ചിലവാകുമ്പോൾ പെണ്ണുങ്ങൾക്ക് 5 രൂപ ചിലവാകും. കാരണം ഒരു വണ്ടി ഉറപ്പാക്കാതെ പോകാൻ പറ്റത്തില്ല. ആണുങ്ങൾക്ക് ആരുടെയും വണ്ടിയുടെ അറ്റത്ത് കയറി പോകാം അല്ലേ? 2 വീലറാണേലും അങ്ങനെ. അല്ലാതാണ് പെണ്ണുങ്ങൾക്ക് എത്ര സഹോദരി ബന്ധമാണേലും 1-2 ദിവസം പോകാം അല്ലേ? അപ്പോൾ അതിനപ്പുറത്തേക്ക് പരിമിതികളുണ്ട്. അപ്പം 1 രൂപ ഒരു പുരുഷന് ചിലവാകുമ്പം, പൊതുപ്രവർത്തകനായ ഒരു പുരുഷന് ചിലവാകുമ്പോൾ, ഒരു പൊതുപ്രവർത്തകയായ ഒരു സ്ത്രീക്ക് 5 രൂപയെങ്കിലും മിനിമം ചിലവാകും. അപ്പോൾ അത് നമ്മൾ സ്വന്തമായി വരുമാനം ഇല്ലാത്ത ആളുകളുടെ സ്ഥിതി വളരെ കഷ്ടം. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എത്ര പേര് വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന്. അടുക്കളയിൽ നിന്നും പൊതുരംഗത്തേക്ക് വന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയ എത്രയോ പേരുണ്ട്. ഞാനങ്ങനെ തിരിച്ചു കയറിയിരിക്കാനല്ല വന്നത്. പ്രവർത്തനം നടത്താൻ, കൂടുതലായ വരുമാനം ഉണ്ടാകാൻ, മറ്റുള്ളവർക്ക് കൂടെ വരുമാനം ഉണ്ടാക്കുന്നവർ ജോലി കൊടുക്കാനൊക്കെ എൻ്റെ ഈ സംരംഭം എന്നെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയുണ്ടാകും. ഈ ലതികാസ് കിച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇവിടുത്തെ രുചിയുടെ ഏറ്റവും വലിയ? ഞാൻ ഇതിട്ടുണ്ട്, ടേസ്റ്റ് ദ ലെഗസി എന്ന്. അതായത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലുള്ള ഉപ്പേരി, അതിപ്പോഴത്തെ കുട്ടികൾക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. 5-6 ദിവസമായിട്ട് പാക്ക് ചെയ്ത് വെച്ചത് വീട്ടിൽ നിന്ന് കടയിൽ കൊണ്ട് കൊടുക്കുന്നു. അവിടെ കുറേ ഷെൽഫിൽ കുറേ ദിവസം ഇരിക്കുന്നു. ഷെൽഫ് ലൈഫൊക്കെ ഒരുപാട് കാണും പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ. പക്ഷേ ഫ്രഷായിട്ട് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ രുചി പുതിയ തലമുറ മനസ്സിലാക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ, UK ആണെങ്കിലും US ഗൾഫ് കൺട്രീസിലാണെങ്കിലും പോകുന്നവർ, എൻ്റെ മോള് അടുത്ത ദിവസം പോകുന്നുണ്ട്, അല്ലെ മോൻ പോകുന്നുണ്ട്, ഒരു 3 കിലോ ഉപ്പേരി വേണം. ചക്ക വറുത്തത് ഇപ്പോൾ ചക്കയുടെ സീസണായല്ലോ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് വേണ്ടി അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഒരു ദിവസം മുന്നേ പറയാൻ 2 ദിവസം മുമ്പേ പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് കൊണ്ടുപോയി കഴിക്കുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ, ഇതുവരെ കഴിച്ച ഉപ്പേരികളിലേക്കാൾ നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുണ്ടാക്കി വളരെ പോസിറ്റീവ് വൈബ്രേഷൻ നിറച്ചാണ് നമ്മൾ കൊടുക്കുന്നവർക്ക്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ഒരു ഊർജ്ജം ഉണ്ടാകും. സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ രുചി ഉണ്ടാവും. നമ്മുടെ കുക്കിങ്ങിന് നമ്മുടെ മനസ്സും, നമ്മൾ പറയത്തില്ലേ, പള്ളിയിലെ നേർച്ചയാണെങ്കിലും ക്ഷേത്രത്തിലെ പ്രസാദമാണെങ്കിലും മുസ്ലിങ്ങളുടെ പള്ളിയിലെ നേർച്ചയാണെങ്കിലും ഒക്കെ സാധാരണക്കാരനും ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ക്യൂ നിന്ന് പ്രസാദം കഴിക്കുകയല്ലേ. എന്താ, ഈശ്വരന് വേണ്ടിയിട്ടുണ്ടാക്കുക അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് വൈബ്രേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണല്ലോ അമ്മ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി, ഒരതിഥിക്ക് വേണ്ടി, അങ്ങനെയാണ് ഓരോ കുക്കിങ്ങും. ഇപ്പം എത്ര പേര് കുക്ക് ചെയ്യാനുണ്ടെങ്കിലും അവരെല്ലാം ആ ഒരു ഇതിൽ, നമ്മൾ കുക്ക് ചെയ്യുന്ന ആളുടെ മനസ്സും ഫ്രീ ആയിരിക്കണം അല്ലേ? അല്ല, നമുക്ക് നമ്മുടെ മനസ്സ് ഫ്രീ ആണെങ്കിലേ ഉള്ളൂ നമുക്ക് സന്തോഷത്തോടുകൂടി കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അസ്വസ്ഥത നിറഞ്ഞ ഒരാളാണെങ്കിലോ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജി അറിയാതെ ഭക്ഷണത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് നന്നായി കുക്ക് ചെയ്യുക, നല്ല ചിന്തയോടെ കുക്ക് ചെയ്യുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതെന്തായാലും നല്ല എനർജി കിട്ടും, പോസിറ്റീവ് എനർജി കിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിട്ടും ഒരു ആശ്വാസമായിട്ടും ഒക്കെ ഈ സംരംഭത്തെ കാണുന്നു എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണത്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ കൂടെ കൂടുതൽ ഓർഡർ ഉള്ളപ്പോൾ ഞാൻ ആൾക്കാരെ വിളിക്കും, ചക്കയൊക്കെ വെട്ടാനും ഒക്കെ. പരിസരത്തുള്ളവരെ, എനിക്ക് പരിചയമുള്ളവരെ, ചില ബന്ധുക്കളെ ഒക്കെ വരാറുണ്ട്. വരുമ്പോൾ അവർക്ക്
പൈസ കൊടുക്കുമല്ലോ, അവർക്കതൊരു നല്ല ആശ്വാസമല്ലേ. ആദ്യം ഒക്കെ മടിച്ചു നിന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ അത് ഏത് ജോലി ചെയ്യുന്നതിനും അതിൻ്റെതായ മഹത്വമുണ്ട്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഏണിങ്, ഭർത്താവ് കൊണ്ടിരുന്ന ആ പണം കൊണ്ട് മാത്രം ജീവിക്കുന്നതിനപ്പുറത്ത് അതെല്ലാം വീട്ടിലെ ജോലിയെല്ലാം നേരത്തെ എഴുന്നേറ്റ് തീർത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് വലിയൊരു ഉത്സാഹം. ഇപ്പം എൻ്റെ കിച്ചണിലാണ്, പുറത്തുള്ള ഒരു ഷെഡ്, അവിടെ ചക്കയൊക്കെയാണ് അവിടെ ഒരുക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കിച്ചൺ ഒന്നുകൂടി വിപുലപ്പെടുത്തി കൂടുതൽ ആളുകൾക്ക് ഒരേ സമയത്ത് ഒരുമിച്ചിരുന്ന് ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മൾ വരിക. ഇപ്പോൾ NCPയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോളാണ്, അതുപോലെ വനം വികസന വകുപ്പിലുള്ള കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ. അതെ. അപ്പം ഈ ജോലികൾ ഇതെല്ലാം ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ജോലിയുടെ തിരക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഇവിടെയും വന്നിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ, ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ, അത് എങ്ങനെയാണ് അതിന് സമയം? അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പം ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ പൊതുരംഗത്തുണ്ട്. കോളേജിൽ ഫസ്റ്റ് ഗ്രേഡ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലേഡി റെപ്രസെൻറ്റേറ്റീവായിട്ട് തുടങ്ങിയത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു 84. അപ്പോൾ ഒരുപാട് കാലത്തെ ജീവിതം. പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ ചിലപ്പോൾ വിഷമമായിരിക്കും. അതെല്ലാം വീട്ടിൽ അതും ചുമന്ന് വീട്ടിൽ വന്ന് വൈകിട്ടത്തെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നമ്മൾ എവിടെയാണോ അവിടെ ആയിരിക്കാനായിട്ട് ജീവിതം തന്നെ അത് പഠിപ്പിച്ചു. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്ന ലതിക സുഭാഷ്, KFTCയുടെ ചെയർപേഴ്സൺ ആകുമ്പോൾ കാരാപ്പള്ളിയിലെ ഓഫീസിലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 6 ഡിവിഷനുണ്ട്, മാനന്തവാടിയും തൃശ്ശൂരും ഗവിയിലും മീശപ്പുലിമല, ഇവിടെ എല്ലാം മൂന്നാറിലും എല്ലാം ഉണ്ട്. അവിടെ യാത്ര ചെയ്യുമ്പോൾ KFTCയുടെ ചെയർപേഴ്സൺ ഒരു ടൂർ ഓപ്പറേറ്റർ, ഇത് പിന്നെ ഹൗസ് കീപ്പിംഗ് ഉൾപ്പെടെ ഉണ്ടല്ലോ ഞങ്ങൾക്കും. അതുപോലെ തന്നെ NCPയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക. അപ്പോൾ ഇതെല്ലാം പരസ്പര പൂരകങ്ങളുമാണ്. എവിടെയാണോ ഇത് മാത്രം മതി, നമ്മൾ എന്താണോ ചെയ്യുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അതാതിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ സ്വസ്ഥമായിട്ടിരുന്ന്. പക്ഷെ വായനയും എഴുത്തുമൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു നല്ല ജോലിയാണല്ലോ, സമയം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൂടെ സമയം ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കച്ചവടമൊക്കെ പോകുന്നത്? അതാ ഞാൻ പറഞ്ഞ, ഓർഡർ വരുന്നതനുസരിച്ച് ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കുകയാണ്. ഇനിയിപ്പോൾ ദൂരെ ഇപ്പോൾ ചങ്ങനാശ്ശേരി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ളവർ നമ്മുടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ കൊടുത്തുവിടും, അല്ലെങ്കിൽ അവർ ആരെങ്കിലും പറഞ്ഞു വിടും. ചിലർ സ്ഥിരമായിട്ട് ഇപ്പോൾ ശർക്കര വരട്ടി ചങ്ങനാശ്ശേരിയിലെ ഒരു കോളേജ് നളന്ദ കോളേജ് നടത്തുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് എന്നോട് ചോദിക്കും, ശർക്കര വരട്ടിയ ഉണ്ടോ, എനിക്ക് 1 കിലോ വേണം അല്ലെങ്കിൽ 1/2 കിലോ വേണം എന്ന് പറഞ്ഞ് സ്ഥിരമായി അത് മേടിക്കുന്ന ആളുണ്ട്. കൊറിയർ ചെയ്യും, ആളുകൾക്ക് അഡ്രസ്സ് അയച്ചു തരും, കൊറിയർ ചെയ്യും. കൊറിയർ ചാർജും കൂടി അവർ പേ ചെയ്യും. ശർക്കര വരട്ടി, ഉപ്പേരി, റൗണ്ട് ചിപ്സ്, ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, ജാഗരി കോട്ടഡ് ശർക്കര വരട്ടി, പിന്നെ ഫോർക്കഡ് ചിപ്സ്. പിന്നെ ഞാൻ ഇത്തവണ കുറച്ച് കണ്ണിമാങ്ങ വാങ്ങിയിരുന്നു. കണ്ണിമാങ്ങ ഞാൻ പറഞ്ഞല്ലോ, ടേസ്റ്റ് ദ ലെഗസി. നാടൻ കണ്ണിമാങ്ങ നമ്മുടെ വീട്ടിൽ അച്ചാറിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അമ്മ ഇങ്ങനെ നന്നായിട്ട് ഇടുമായിരുന്നു. അത്രയും നോക്കത്തില്ല, എന്നാൽ പോലെ അത് ഉണ്ടാക്കി. പിന്നെ ചക്ക ഞാൻ മേലുകാവിൽ നിന്നൊക്കെയാണ് വറക്കാനായിട്ട് കൊണ്ടുവന്നത്. അപ്പം ചിലപ്പോൾ ആ ചക്ക നമുക്ക് നമ്മൾ വെട്ടുന്ന സമയമാകുമ്പോഴേക്കും പഴുക്കും. അപ്പോൾ വരിക്കച്ചക്ക ഞാൻ 2-3 എണ്ണം വരട്ടി നല്ല ചക്ക വരട്ടിയതുണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി തേനും അതുപോലെ തന്നെ എന്താ ഡേറ്റ്സ് ഇല്ലേ, അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ അതിനകത്തിട്ട് ഒരു വെറൈറ്റി ആക്കാം. തേൻ വരിക്ക, എന്നിട്ട് അതങ്ങ് ചൂടാറുമ്പോഴേക്കും കുറച്ച് തേനും കൊണ്ട് കഴിക്കും. ശർക്കരയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തേൻ വരിക്ക എന്ന പേരിൽ ഞാനിങ്ങനെ ചക്ക വരട്ടിയത് ഉണ്ടാക്കി. അതും ആളുകളിപ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ സത്യത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ കൊടുത്തിട്ടോ, ആദ്യമൊക്കെ അച്ചാർ ഞാൻ കൊടുത്തവരോട് പറഞ്ഞു ഇത് സെയിലിനല്ല, കാരണം ഞാൻ അച്ചാർ കൊടുക്കുന്നില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം, നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ അല്ലെ പെട്ടെന്ന് ഇത് വരുമല്ലോ. വലിയ പറഞ്ഞ് വെക്കുമ്പോൾ നമ്മൾ കടുകും നല്ലെണ്ണയൊക്കെ ഇടുമ്പം ഒരു കുഴപ്പമില്ല. പക്ഷെ ചെറിയ പാത്രത്തിൽ വെച്ച് നമ്മൾ ദിവസവും സ്പൂണിട്ടാൽ വെളിയിൽ വെച്ചാൽ അത് പെട്ടെന്ന് ചീത്തയാവുമല്ലോ.
അപ്പം അതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. സഹപ്രവർത്തകരൊക്കെ പ്രോഡക്റ്റുകൾ ഓ വാങ്ങാറുണ്ടോ? പിന്നെ സഹപ്രവർത്തകർ അഭിപ്രായങ്ങളൊക്കെ മേടിക്കും, എന്താണ്? നമ്മുടെ മറ്റുള്ള ആളുകള് അവർക്ക് മേടിക്കുന്നവർക്കൊക്കെ ഇഷ്ടമാണ്. മേടിക്കുന്നവർ ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും അവരുടെ സഹോദരങ്ങളോട് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്യും. അത് വലിയ സന്തോഷമാണ്. മാഡം എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്, അതിന്റെ പേരിൽ പഴി കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴും നമ്മളിപ്പോ ഒരു ബിസിനസ്സിലേക്ക്, രാഷ്ട്രീയത്തിൽ ഒരു സ്ത്രീ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്, എല്ലായിടത്തും പോലെ തന്നെ. അതുപോലെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിനേക്കാളും സ്ട്രഗിൾ ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രഗിള് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത്ര ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താത്തതുകൊണ്ടായിരിക്കാം. സ്ത്രീകൾ ഏത് രംഗത്താണെങ്കിലും ഏത് കർമ്മ മേഖലയിലാണെങ്കിലും അതില് പുരുഷന്മാർ മാത്രം ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ പറയില്ല. സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഒരുപാട് ദൂരെയാണെന്ന് കണ്ടാൽ ഒരു കുഴപ്പമില്ല, പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അടുത്തെത്തി ഒപ്പം എത്തുന്നെന്ന് അറിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടുള്ളൊരു നമ്മളെ മോശക്കാരാക്കും, അല്ലെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ ഒക്കെ. അതൊക്കെ എല്ലാ മേഖലയിലും, എല്ലാ കർമ്മ മേഖലയിലുമുള്ള സ്ത്രീകൾ, ഞാൻ പറഞ്ഞില്ലേ 40 വർഷത്തോളമായി, അതിലേറെയായി ഇങ്ങനെ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്, വളരെ വിദ്യാർത്ഥിനിയായിരിക്കുമ്പം മുതൽ. അപ്പോൾ പല മേഖലയിലുള്ള സ്ത്രീകൾ അവരുടെ വിഷമങ്ങൾ വന്ന് പറയാറുണ്ട്. അപ്പം നമുക്കറിയാം പുരുഷന്മാരും പ്രശ്നങ്ങളുണ്ട് ഏത് രംഗത്ത് നിൽക്കുന്നവർക്കും. പക്ഷെ അതിനേക്കാളും മുകളിലാണ് സ്ത്രീയുടെ പ്രശ്നങ്ങൾ. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, എല്ലാ രംഗത്തുള്ളവർക്കും ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരെ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അതല്ല നമ്മളെന്ന ബോധം നമുക്കുണ്ടല്ലോ. അതെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആ അതിജീവനം ഏറ്റവും അധികം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ലൈഫിലെ ഏറ്റവും വലിയ സ്ട്രഗിളുകൾ ഉണ്ടായ സമയത്തും അതിനെ നേരിട്ടതും കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അല്ല, കരഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, 1991 ഏറ്റുമാനൂർ ജില്ലാ കൗൺസിൽ മുതൽ ജനപ്രതിനിധിയായിരുന്നു. 95 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അത് കുമാരനെല്ലൂർ ഉൾപ്പെടുന്ന പ്രദേശം. 2000 ജനറൽ സീറ്റിൽ വീണ്ടും ഇവിടുന്ന് ജയിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണം 2000, 25 വർഷത്തിന് മുന്നേ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഞാനിരുന്ന അപൂർവമായ ഒരു പദവി, പ്രോട്ടോക്കോൾ ഉള്ളതും അതായിരുന്നപ്പം മാത്രം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രോട്ടോക്കോളും ഇല്ല. മുൻ MLA ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നീട് എല്ലാവരും ചോദിച്ചു ഇനിയിപ്പോൾ ഇതായിരിക്കും. പക്ഷെ ഞാൻ നീണ്ട ഒരുപാട് വർഷം പാർട്ടി പ്രവർത്തനം തന്നെയായിട്ട് നടന്നു. ഈ കേരളം മുഴുവൻ യാത്ര ചെയ്യണമെങ്കിൽ എന്തുമാത്രം പണം വേണം. അപ്പം അതിനൊക്കെ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ കവിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മറ്റുള്ളവരോട് പാർട്ടിക്ക് ഫണ്ടൊക്കെ മേടിക്കുമെങ്കിലും നമ്മുടെ യാത്രയ്ക്കുള്ള പണമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിയില്ല എങ്കിൽ നമുക്ക് ഇന്ന് പോലെ നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. എന്തോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്കെന്നും വരവിൽ കവിഞ്ഞ ചെലവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇതൊന്നും ആളുകൾക്കറിയില്ല. ആളുകൾക്കറിയുന്ന ലതിക സുഭാഷ്, പെട്ടെന്ന് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലമുണ്ടനം ചെയ്ത ലതിക സുഭാഷ്, അതെന്തിനായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? ഒരു നോബിൾ കോസിന് വേണ്ടിയായിരുന്നു. KSU പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനും മത്സരിക്കാനായിട്ട് ഒരു അവസരം ഉള്ളത്. ഞാൻ പ്രസിഡന്റായപ്പോൾ എന്തുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനെ നിഷേധിച്ചു, അതിന് പ്രതിഷേധിക്കുമെന്ന് മുൻകൂട്ടി KPC പ്രസിഡന്റിനോടും ശ്രീ AK ആന്റണിയോടും പറഞ്ഞതിന് ശേഷം ഞാനത് ചെയ്തത്. പറഞ്ഞപ്പം പെങ്ങളെ എന്നാൽ അത് ചെയ്യരുതെന്ന് അവരെന്നോട് പറഞ്ഞില്ല. എത്രത്തോളം പോകട്ടെ എന്ന് നോക്കി. അത് കഴിഞ്ഞ് എല്ലാവരും സൈബർ അറ്റാക്ക് നടത്തി. ഞാൻ ഒരു രംഗത്തും പോകുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ശ്രീ PC ചാക്കോ പ്രസിഡൻ്റായപ്പം NCP കോൺഗ്രസിൻ്റെ മൂവർണ്ണ കൊടിയുള്ള ഒരു പ്രസ്ഥാനം, ശരത് പവാർ നയിക്കുന്ന കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിലേക്ക് വന്നു, അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ എന്ത് കാര്യം പറയുമ്പോഴും സൈബർ ലോകത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന കുറേ, അത് അറിയാവുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അത് അങ്ങനെയുള്ള ആ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നമ്മുടെ പ്രവർത്തനമോ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ അതല്ലല്ലോ. എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ പ്രവർത്തനങ്ങളും എവിടെയാണോ അവിടെ എന്നും ഉണ്ടാവും. ആ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കൂടുതൽ പണച്ചെലവ് വേണം. അതിന് ഈ പ്രസ്ഥാനവും വലുതാക്കുക, ഒപ്പം മറ്റുള്ളവർക്ക് എന്നെപ്പോലെയൊക്കെ എനിക്കറിയാം 100 കണക്കിന് സ്ത്രീകൾ, ഇപ്പം 30,000-ലേറെ സ്ത്രീകൾ കേരളത്തിൽ പൊതുരംഗത്തുണ്ട്. 3 ടയർ സിസ്റ്റം ആണല്ലോ, ഗ്രാമം, ബ്ലോക്ക്, ജില്ല. അപ്പോൾ ഓരോ മത്സരത്തിലും കടന്നു വന്ന് ജയിക്കുന്നവരും തോക്കുന്നവരുമായിട്ട് എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും 10,000-കണക്കിന് സ്ത്രീകളാണ് രംഗത്ത് വരുന്നത്. ഇത്രയും ഞങ്ങളെപ്പോലെയൊക്കെ ചെറിയ പ്രായം മുതൽ ഇതിനകത്ത് വന്ന ആളുകൾക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴും നമ്മളെ പ്രതിരോധിക്കും, നമ്മളെ മനസ്സിൻ്റെ മനസ്സാന്നിധ്യത്തോടു കൂടി ഇതിനൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാത്ത എത്രയോ പേര് തിരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ സ്വന്തമായൊരു വരുമാനം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്ത അതെനിക്കെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തികയാത്തത് കൊണ്ടാണ് കുറച്ചുകൂടെ വിപുലമായിട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കാരായാലും അല്ല ഏതൊരു ഇതായാലും സ്ത്രീകളെ അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് ഇതുപോലെ ഒരു സ്വയം തൊഴിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു മാം? അല്ല, ഗവൺമെൻറ് ഒക്കെ ഇപ്പം സ്ത്രീകൾക്ക് വനിതാ സംരംഭകർക്ക് കൂടുതൽ സബ്സിഡി ഉണ്ട്, ഒരുപാട് ലോണുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു ലോണിന് വേണമെങ്കിൽ എവിടെയെല്ലാം ചെന്ന് ബാങ്കിൽ കയറി ഇറങ്ങി മടുക്കും. ഇപ്പം ഇങ്ങോട്ട് അന്വേഷിച്ച് വന്ന ലോൺ തരുന്നു. നമുക്ക് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്താൽ മതി. അക്ഷയുണ്ട് ഈ കാര്യത്തിനും. ഇപ്പം തന്നെ ഞാൻ ഈ ലതികാസ് കിച്ചൻ്റെ ഇതിനൊക്കെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കാൻ വളരെ നിസ്സാരമായിട്ട് അക്ഷയയിൽ ചെന്നു അത് വേഗം റെഡിയാക്കാനായിട്ട് വരും. അപ്പം ഇപ്പോൾ സാധ്യതകൾ എല്ലാവർക്കും ഉണ്ട്. ആ സാധ്യത വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ സാധ്യതയുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇപ്പൊ എത്ര വർഷം 40 അടുത്ത വർഷം പൊളിറ്റിക്കൽ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും സ്ത്രീകൾ എത്ര മുന്നോട്ട് വന്നാലും ശരി, അവരെ പിന്നെയും അവരെ പുറകിൽ നിന്ന് വലിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്താൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്ക് വിരലിലെണ്ണി എടുക്കാവുന്ന അത്രയും ആൾക്കാരെ ഇതും പൊട്ടിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഒരു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമുക്ക് എത്ര മുന്നോട്ട് വരാൻ ശ്രമിച്ചാലും ഇത് സാധിക്കുന്നില്ല. അത് മാറേണ്ടത് ആദ്യം നമ്മുടെ സമൂഹത്തിന്റെ മനസ്സാണ്. സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന, ഞാൻ പുരുഷന്മാരെ മാത്രം ഞാൻ പറയില്ല, സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ മനസ്സാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു വനിതയുണ്ടെങ്കിൽ നമ്മുടെ അമ്മയോ നമ്മുടെ സഹോദരിയോ നമ്മുടെ മോളോ ഈ രംഗത്ത് വരുമ്പം മറ്റുള്ളവരാ അവരെ അല്ലെങ്കിൽ അവളെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ എന്ന വിചാരമുള്ള ഒരാൾക്ക് മറ്റൊരു സ്ത്രീയോടും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറാനായിട്ട് സാധിക്കില്ല. അവരെ കൈപിടിച്ച് അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ സഹോദര തുല്യമായി കൊണ്ടുപോകാനായിട്ട് കഴിയണം. രാഷ്ട്രീയ രംഗത്തും എല്ലാ രംഗത്തും ഉള്ളതുപോലെ സ്വാർത്ഥതയൊക്കെ ഇന്ന് പെരുകി വരുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം അല്ലേ എന്നുള്ളൊരു ചിന്ത കൂടുതലായിട്ട് വന്നിരിക്കുന്നു. പലപ്പോഴും ഞാൻ ഓർക്കും, മഹിളാ കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെ ആയിരിക്കുമ്പം എൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള സഹപ്രവർത്തകരെ സഹോദരിമാരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ബൈ ഇലക്ഷനുകൾ വരുമ്പോൾ അവിടെ ചെന്ന് താമസിച്ച് മാസങ്ങളോളം എന്ന് പറഞ്ഞതുപോലെ 1.5 മാസം 2 മാസം താമസിച്ച് വീടും ഉത്തരവാദിത്വമൊക്കെ ഇട്ടിട്ട് അവിടെ പോയി താമസിച്ച് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സൈബർ ലോകത്തെ പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ ഇതൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എവിടെയും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുമില്ല. നമ്മുടെ ഗൂഗിളിൽ നമ്മളെ സെർച്ച് ചെയ്താൽ ആ ഒരു ലതികാ സുഭാഷ് ആരാന്ന് അറിയത്തില്ല ആൾക്കാർക്ക് ആർക്കും. ആകെപ്പാടെ അറിയുന്നത് തലമുണ്ടനം ചെയ്ത ലതികാ സുഭാഷാണ്. അത് സാരമില്ല, കാലം തെളിയിക്കുമെല്ലാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അധ്യാപികയായിരുന്നു, അതായത് മാധ്യമപ്രവർത്തകയായി ഒരു 10-12 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവം വളരെ വലുതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും
എനിക്കെല്ലാം പരസ്പര പൂരകങ്ങളായിരുന്നു. പൊതുപ്രവർത്തനവും മാധ്യമപ്രവർത്തനവും. ഞാൻ എപ്പോഴും ഈ എന്താ മനുഷ്യ ഗന്ധമുള്ള വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ മൂളം കഞ്ഞിയിൽ ആർട്ടിക്കിൾസ് ആയിരുന്നു പലപ്പോഴും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ യാത്രകളിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, മനുഷ്യരുടെ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒക്കെ മനസ്സിലാക്കാനൊക്കെ പൊതുജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാം പരസ്പര പൂരകങ്ങളായിരുന്നു. അധ്യാപിക എന്ന ജോലിയും പിന്നെ വ്യത്യസ്തമായ പല മേഖലകളിലും സൈമൾട്ടേനിയസ് ആയിട്ട് ജോലി അല്ലെങ്കിൽ നമുക്ക് സംരംഭകരാകാൻ നോക്കി. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ തുടങ്ങിയപ്പോൾ ആണ് കോവിഡ് വന്നത്. സമ്പർക്കമുള്ള ഒരു ജോലിയല്ലേ. പിന്നെ അവിടെ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ജോലി ചെയ്യാതെ പൈസ കൊടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നപ്പോഴേക്കും അവർക്കും അതാണല്ലോ ആകെ ആശ്രയം. പിന്നെ ആ സ്ഥാപനം അങ്ങ് അടച്ചു. അപ്പോൾ എന്തായാലും ഇത് പരമാവധി ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാനും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും തടസ്സം വന്നാലും ആർക്കെങ്കിലും അസൗകര്യം വന്നാലും എനിക്കിത് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ഓർഡർ അനുസരിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആരെ പോലും ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ കൊടുക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടില്ല. പടിപടിയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കിച്ചൺ വിശാലമാക്കുക, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക, കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുക, വ്യത്യസ്തമാർന്ന ഞാൻ പറഞ്ഞ പോലെ നാടൻ ഭക്ഷണം. നമ്മളൊരു ചോറും പൊതി മേടിക്കുക കടയിൽ ഹോട്ടലിൽ നിന്ന്, അതിനകത്ത് എത്ര പ്ലാസ്റ്റിക്കാണ് അല്ലേ. ഒരു പുളിശ്ശേരി, പച്ചമോര്, സാമ്പാർ, പരിപ്പ് ഇതെല്ലാം കൂടെ 6 കവറിലിട്ടിട്ട് ഒറ്റ റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചേക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോന്നും റബ്ബർ ബാൻഡ് ഇട്ടേക്കാണ് അല്ലേ, അവിയലിനും തോരനും എല്ലാം. ഇത് എത്ര റബ്ബർ ബാൻഡ് അഴിച്ചാലാണ്, എത്ര പ്ലാസ്റ്റിക് കവർ ആയിരിക്കും അതിൻ്റെ മിച്ചം. പക്ഷേ അമ്മ നമുക്ക് തന്ന പണ്ടത്തെ ചോറുംപതിയില്ലേ, നല്ല ഇല വാട്ടി അതിനകത്തൊരു നല്ല ചുട്ടരച്ച ചമ്മന്തി, ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഓംലെറ്റ്, മീൻ കഴിക്കുന്നവരാണെങ്കിൽ ഒരു മീൻ വറുത്തത്, ഒരു അച്ചാറ്, ധാരാളമായല്ലോ. ഒരു ഒഴിച്ചുകറിയും വേണ്ട അല്ലേ. ആ ഇലപ്പൊതി എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എത്തിച്ചുകൂടാ. ഇപ്പം തന്നെ കായ എല്ലാ ദിവസവും പൊളിക്കുമ്പം കായയുടെ തൊലി മിക്കവാറും ഒന്നുകിൽ അടുത്ത വീടുകളിലെ പശുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബയോഗ്യാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും അല്ലാതെ ഈ കായത്തൊലിയും പയറും കൂടെ തോരൻ വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു 100 പേർക്കോ 200 പേർക്കോ ഉള്ള പൊതി തയ്യാറാക്കാനായിട്ട് നമുക്ക് തന്നെ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. നല്ല ഭക്ഷണം, ഒരുപാട് ഐറ്റം വേണ്ട, ഒരു സദ്യ പോലെ ഒരുപാട് വേണ്ട. പക്ഷേ ചോറും മെഴുക്കുവരട്ടിയും അല്ലെങ്കിൽ പുളിശ്ശേരിയും എന്തെങ്കിലും 3-4 ഐറ്റം, മീൻ കൂട്ടുന്നവരാണ് അവർക്ക് മീൻകറിയും, എല്ലാം നല്ല നാടൻ വിഭവങ്ങളിൽ അത് കൊടുക്കാനായിട്ട് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, മനസ്സിന് കുളിർമയുള്ള, നാവിന് രുചിയുള്ള നല്ല നാടൻ ഭക്ഷണം, അത് ഉപ്പേരിയാണെങ്കിലും ചക്കവരട്ടിയതാണെങ്കിലും ശർക്കര വരട്ടിയതാണെങ്കിലും ഏതാണെങ്കിലും ആ രീതിയിൽ കൊടുക്കാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ ഈ കിച്ചനെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ലതിക സുഭാഷ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ഗൂഗിളിൽ തിരയുമ്പോൾ തലമുടലം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള ഒരു ഇത് വരുന്നു എന്ന് പറഞ്ഞു. അതിനപ്പുറം ആർക്കൊന്നും അറിയില്ല. ഞാനും ഒരുപാട് കാലം കേൾക്കാനും അറിയാനും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഒരു സ്ത്രീ അവളുടെ അവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറെ പേരുടെ പെണ്ണുങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് തലമുണ്ടലം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞ. ആ ഒരു സമയത്തെ ഒരു സ്ട്രഗിളും അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. പക്ഷേ അത് അവഗണിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ, ഒരു വാക്കല്ലേ പറഞ്ഞത്. എൻ്റെ സുഭാഷ് ഏട്ടനും എൻ്റെ മകനും അല്ലെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും അമ്പരപ്പോടെയാണത് കണ്ടത്. ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു ഇവരോട്. പക്ഷെ അതിനപ്പുറത്ത് അത് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല.
ഒരുപക്ഷെ ഒരു നിയോഗം പോലെ അതങ്ങനെ സംഭവിച്ചതായിരിക്കും. അതിനുശേഷം ഇപ്പം നമ്മളിപ്പോൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുമായിട്ടും വളരെ രമ്യതയിലും സ്നേഹത്തിലും ഒക്കെയാണ്. ഇന്നലെ വരെ കണ്ടവർ കണ്ടില്ല എന്ന് നടിക്കുക, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണമല്ലോ. അപ്പം നമ്മുടെ കണ്ണുകൾ അവരുടെ കണ്ണിൽ ഉടക്കിയാൽ പെട്ടെന്ന് താഴേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുക. ശരിക്കും അത് എന്തുവാ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്ന ഒരവസ്ഥ. അതൊക്കെ നന്നായിട്ട് ഈ 4-5 വർഷത്തിനുള്ളിൽ അനുഭവിച്ചു. ചിലർ പറയും ചേച്ചിയെ കണ്ടിട്ട് മിണ്ടിയില്ല, പക്ഷേ മറ്റുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു മിണ്ടാഞ്ഞത്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴേക്കും ചേച്ചി അവിടെ വന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു ചുരുങ്ങിയ 4-5 കൊല്ലം കൊണ്ട് അനുഭവിക്കാൻ പറ്റി. അതൊരു വേറിട്ട അനുഭവമാണല്ലോ. സ്വന്തം വീട് പോലെ കണ്ട ഒരു പ്രസ്ഥാനത്തിനകത്തുനിന്നാണ്. തീർച്ചയായിട്ടും. പിന്നീട് എപ്പോഴെങ്കിലും ഇവരൊക്കെല്ലാം റിഗ്രറ്റ് ചെയ്തിട്ട് ലതിക അത് ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ആദ്യത്തെ ആ 1-2 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരുമൊക്കെ പരസ്യമായിട്ട് കണ്ടാലും മിണ്ടാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരോടൊക്കെ ഞാൻ പറയും, എവിടെ പോയാലും പെങ്ങളല്ലേ എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്നേഹം എല്ലാവരും, സാധാരണ പ്രവർത്തകരൊക്കെ എന്നും സ്നേഹമുള്ളവരാണ് എല്ലാ പ്രസ്ഥാനങ്ങളിലും. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല, ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരിലേക്ക് ഞാൻ എന്നും നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് അംബീഷ്യസ് ആകാഞ്ഞതും. ഇത്രയും കാലമായിട്ടും രാഷ്ട്രീയത്തെ നോക്കുമ്പം പലരും പറയുന്ന പോലെ എവിടെ എത്തിയില്ലെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും അതുകൊണ്ടായിരിക്കാം. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ഇല്ലില്ല, ഞാൻ ഇപ്പം മറ്റുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. സ്നേഹിച്ച ആളുകൾ, പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും എവിടെയാണെങ്കിലും ഇപ്പോഴാണ് LDFിലാണ് ദൂരെ നിന്ന് കണ്ട ആളുകൾ. അന്നും എല്ലാവരും സ്നേഹത്തോടു കൂടിയാണ് സഹോദര പ്രസ്ഥാനങ്ങളിലെ ആളുകൾ എന്ന നിലയിൽ പ്രവർത്തിച്ച് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അവർക്കൊക്കെ കൂടുതൽ സ്നേഹം, അവർ കൂടെ വന്നല്ലോ, ഇന്ന് ഒരേ കൊടിക്കീഴിലാണല്ലോ എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. ഒരു വശത്ത് വിഷമം തോന്നുമ്പോൾ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇപ്പുറത്തുണ്ട്. ജീവിതം തന്നെ സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ. പിന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സുഭാഷ് ഏട്ടനുണ്ട്, മകനുണ്ട്, മകൻ്റെ വൈഫുണ്ട്, മോള്. എന്തായാലും നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഓർക്കുമ്പം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അവഗണനയും കളിയാക്കലും ഒക്കെ വളരെ നെഗ്ലിജിബിളായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ വിജയിച്ചൊരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ലതിക സുഭാഷ് എന്ന് പറഞ്ഞ സ്ത്രീ, അല്ലേ? ഉറപ്പായിട്ടും. അല്ല, എനിക്ക് വേറെ രീതിയിലും പരാജയം വന്നിട്ടില്ല. തീർച്ചയായിട്ടും വിജയം തന്നെയാണ്. എന്നെ പോലെ ഒരു നാട്ടിൻപുറത്ത് സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകളായിട്ട് എൻ്റെ അമ്മ ഒരു സംരംഭകയായിരുന്നു. ടൈലറിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ നാട്ടിൽ ഏറ്റുമാനൂർ ഒരു ടൈലറിംഗ് യൂണിറ്റ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധാരണ ഒരു അമ്മയുടെ അച്ഛൻ്റെയും മകളായി ജനിച്ച എനിക്കിന്ന് കേരളത്തിലുടനീളം യാത്ര ചെയ്യാനും വളരെ സാധാരണമായ അന്തരീക്ഷത്തിൽ നിന്ന് അതൊരു വലിയ വിജയം തന്നെയാണ്. നമുക്ക് ഡെപ്പോസിറ്റായിട്ട് ഒരുപാട് സ്ഥലത്ത് സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹം, നമ്മുടെ സ്നേഹം പലയിടത്തും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഇപ്പൊ ലതിക സുഭാഷ് എന്ന് പറയുമ്പോ ഈ പൊട്ട്, ഈ ബോബെയ്ത മുടി, ഈ വെള്ളസാരി എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, നമുക്കൊരു രൂപമുണ്ട്. എന്താണ് ഈ രൂപം മാറ്റണം എന്നൊന്നും തോന്നിയിട്ടില്ലേ? എന്താണ് തലമുടി എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്? അല്ല, എനിക്ക് മോന് ഇപ്പം ഒരു 31 വയസ്സ് ആകുന്നു. മോന് ഒരു 1.5 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ബസ് അപകടം ഉണ്ടായി നാട്ടിൽ. ഞാനന്ന് മംഗളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബസ് മറിഞ്ഞു.
അന്ന് ഇവിടെ ഒരു ഡീപ്പ് ഇഞ്ചുറി ഉണ്ടായി, ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. 1.5 മാസം റെസ്റ്റ് എടുത്തു. അപ്പോൾ കുറച്ചുകൂടി മുടി ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുടി ഇങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പം ബോബ് ചെയ്തിട്ടു. ആ ബോബ് ചെയ്ത മുടിയായിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇന്ദിരാഗാന്ധിയോടെ ഒക്കെ ഉള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടൻ എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു ബോബി ചെയ്യാത്ത മുടി പിന്നെ ബോബി ചെയ്തത് വേണ്ട, ഇങ്ങനെ തന്നെ. 91 ഇലക്ഷന് മുടികളെല്ലാം 95 മുതൽ പിന്നെ ഇങ്ങനെയായി. അപ്പം ഇത് പിന്നെ ആൾക്കാർക്ക് പരിചയമായി. മുണ്ടനം ചെയ്തപ്പോഴും ഈ മുടി തന്നെയായിരുന്നു. ഇപ്പോൾ ഇത്ര ആയി കഴിഞ്ഞപ്പം ഇങ്ങനെ പൊതുപ്രവർത്തകയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ ഭയങ്കരമായ സംതൃപ്തിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സന്തോഷമാണുള്ളത്. നമ്മൾ എപ്പോഴും കർമ്മനിരതയാണല്ലോ. ഇപ്പതാണെങ്കിൽ എനിക്ക് ഒട്ടും സമയമില്ല. അപേക്ഷന്മുഖി സിനിമയില്ലേ കമലഹാസൻ എന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ മറ്റേ എന്താ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന പരിപാടികൾ പലതും അന്നത്തെ ദിവസം ഒരുപാടുള്ളതുകൊണ്ട് പിറ്റേ ദിവസമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറണം. ചക്ക ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് വറക്കണം. പിന്നെ വരട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് മിനുക്കി പാത്രങ്ങളിലാക്കണം. ഓർഡർ തന്ന ചില ആളുകളുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഇനിയും പാക്ക് ചെയ്യാനുണ്ട്. അമ്മാതിരി കുറേ ജോലികൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലതികാസ് കിച്ചൺ വളരെ വിപുലമാക്കാൻ വലിയ അടുക്കളയായ ശേഷം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ വലിയ അടുക്കളയായി എല്ലാം സെറ്റ് ചെയ്ത സമയത്താണ് വന്നത്. അപ്പം അല്ല, ആക്കിയിട്ടില്ല. ആ അടുക്കള തന്നെയാ. അതെ, ഇനിയും വലുതാക്കണം. അന്നേരം വീണ്ടും വരും. അപ്പൊ ഇനിയും ഒരുപാട് ഒരു സംരംഭക എന്ന നിലയിൽ സ്ത്രീകൾക്ക് ഇനിയും പ്രചോദനമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ലതിക സുഭാഷിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു.